ചില യാത്രകൾ അപ്രതീക്ഷിതമായ ഒരു ഗിഫ്റ്റ് പോലെയായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. നമ്മളെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന, നമ്മളെ വല്ലാതെ മാറ്റിമറിക്കുന്ന കുറേ അനുഭവങ്ങൾ സമ്മാനിക്കാനുണ്ടാവും ആ യാത്രകൾക്ക്. അതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയായിരുന്നു ഫാർമേഷ്യറിലേക്കുള്ള യാത്ര. പ്രിയ സുഹൃത്തും ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ്മാനുമായിട്ടുള്ള രാജീവേട്ടൻ്റെ ഒപ്പമാണ് ഫാർമേഷ്യറിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് ഈ സ്ഥലം സന്ദർശിക്കുന്നത്. ഈ സ്ഥലത്തുണ്ടായ കുറച്ച് നല്ല അനുഭവങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഫാർമേഷ്യറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് വയ്ക്കുന്ന, അതിനുവേണ്ടി പരമാവധി മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ ഫാർമേഷ്യർ എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു കെട്ടിടത്തിൻ്റെ പ്രത്യേകതയാണെങ്കിലും വളരെ രസമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഭിത്തി ആണെങ്കിലും മണ്ണിലാണ്, സിമെൻ്റ് അല്ല, മണ്ണിലാണ്. പക്ഷേ നല്ല ഫിനിഷിംഗ് ആണ് ചെയ്ത് വർക്കുകൾക്ക്. ഒരുപാട് സ്പേസ് ഉണ്ട്. അതുപോലെ ചുറ്റുവട്ടത്താണെങ്കിലും ഒരുപാട് ചെടികളുണ്ട്, മീൻ കുളമുണ്ട്. അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുന്നതാണെങ്കിലും ഒരു ഓപ്പൺ സ്പേസിലാണ്. ഈ ഒരു ഓപ്പൺ സ്പേസിലിരുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാത്തൊരു ഫ്രീഡം ഫീൽ ചെയ്യും. മൈൻഡാണെങ്കിലും ഭയങ്കര ഫ്രീ ആണ്. ഒരു 10 ഏക്കറിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റുവട്ടത്തായിട്ട് കാടുകളും ഉണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ മൺപാത്ര നിർമ്മാണമുണ്ട്. ഇവിടെ നിർമ്മിച്ച മൺപാത്രങ്ങളാണ് ഈ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. ഈ ഷെൽഫുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവിടെ തന്നെ നിർമ്മിക്കപ്പെട്ട പല തരത്തിലുള്ള മൺപാത്രങ്ങൾ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പല ഉപയോഗങ്ങൾക്ക് വേണ്ടിയുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള മൺപാത്രങ്ങളാണ്. സാധാരണ ഉപയോഗത്തിനും അതുപോലെ തന്നെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പാത്രങ്ങൾ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് നമ്മൾ അപ്പുറത്തിരുന്നാണ് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് കുറേയധികം ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു സ്പേസ് കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഫുഡ് കഴിച്ചിരുന്നതിന് ശേഷം പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഈ ഒരു ഹട്ടിലായിരുന്നു ഞങ്ങളിവിടെ താമസിച്ചത്. ആദ്യമായിട്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഒരു ഹട്ടിൽ താമസിക്കുന്നത്. അവിടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഈ ഹട്ട് നിർമ്മിച്ചിരിക്കുന്ന റീസൈക്കിൾഡ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. ഇതിൻ്റെ തറയിൽ നിന്നും കുറച്ച് പൊങ്ങിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഴജന്തുക്കളുടെ ഒന്നും ശല്യം അധികം ഉണ്ടാവില്ല. ഇതാണ് ആംബ്രോസ് ചേട്ടൻ്റെ മൺപാത്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള സ്റ്റുഡിയോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്റ്റുഡിയോ ഇതുവരെയും കണ്ടിട്ടില്ലായിരുന്നു നേരിട്ട്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ എങ്ങനെയാണ് ഈ പാത്രങ്ങൾ നിർമ്മിക്കുന്നതെന്നോ ഇതിൻ്റെ രീതികൾ എന്താണെന്നോ ഒന്നും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംവിധാനം കാണുന്നത്. ഷെൽഫുകളിലെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് ഇവിടെ നിർമ്മിച്ച പാത്രങ്ങളാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ചൂളയുണ്ട്, അതുപോലെ മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇത് ഫാമിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള തൊഴുത്തും മറ്റ് കാര്യങ്ങളുമാണ്.
വീടിൻ്റെ അകത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുക്കളയോട് ചേർന്ന് ഒരുപാട് ഓർഗാനിക് പ്രോഡക്ട്സ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ആ പ്രോഡക്ട്സ് എല്ലാം പാക്ക് ചെയ്തിരിക്കുന്ന പാക്കറ്റുകൾ, അതുപോലെ ചില വൈൻ ഉണ്ട്. ആ ഇതിൻ്റെയൊക്കെ കുപ്പിയൊക്കെ കാണാനാണെങ്കിൽ നല്ല രസമാണ്. ഒരു പ്രത്യേക ഡിസൈനിലുള്ള കുപ്പികളാണ്, പ്രത്യേക ഷെയ്പ്പാണ്. നമ്മൾ നോർമലി സാധാരണ ഒരു കടയിൽ കാണുന്ന തരത്തിലുള്ള ഒരു പാക്കിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുപ്പികളോ അല്ല. ശരിക്കും ഒരു ആൻറ്റിക് ഫീല് തരുന്ന ചില്ല് കുപ്പികളിലൊക്കെ ഈ സാധനം കാണുന്നത് തന്നെ നമുക്കൊരു വല്ലാത്ത ഫീലാണ്. ഒരു ആ കുപ്പിയുടെ ഷെയ്പ്പൊക്കെ നോക്കിയാലും മതി, നമുക്കൊരു ഇഷ്ടം തോന്നും. ഇല്ലേ, ഒരു ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സീനാണ് നമുക്ക് കിട്ടുക. അതുപോലെ കുറച്ചുകൂടി നമ്മൾ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാളിലായിട്ട് കൈത്തറിയുടെയൊക്കെ അടുത്തതായിട്ട് നമുക്ക് നല്ലൊരു ലൈബ്രറി കാണാം. ലൈബ്രറിക്ക് മുകളിലായിട്ട് കുറച്ച് ചിത്രങ്ങളുണ്ട്. അതുപോലെ വലിയൊരു ഘടികാരമുണ്ട്, വലിയൊരു ക്ലോക്ക്, ഒരു ആൻറ്റിക് ഫീലുള്ളൊരു ക്ലോക്ക് ഉണ്ട്. ഈ മുകളിലായിട്ട് കാണുന്നത് ശരിക്കും ഗ്ലാസ്സിലുള്ള വർക്കാണ്. ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഫാർമേഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്രനിർമ്മാണത്തിനായിട്ടുള്ള യൂണിറ്റാണ്. ഇത് ഈ വീടിനകത്ത് തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ഒരു യൂണിറ്റ് വഴി തദ്ദേശീയരായിട്ടുള്ള കുറേ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയും ഒരു വരുമാനം കണ്ടെത്താനുള്ള സാഹചര്യവും നിലവിലുണ്ട്. പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, മീൻകുളം, അതുപോലെ കാട്, കഴിക്കുവാനുള്ള ആഹാര സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള സ്ഥലം, അതുപോലെ പാത്രങ്ങൾക്ക് വേണ്ടി ഒരു മൺപാത്രശാല, അങ്ങനെ ഒരു മനുഷ്യന് സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാം ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ്, ഒരു സംവിധാനമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പുറം ലോകത്തെക്കുറിച്ച് നമുക്കൊരു ചിന്ത വേണ്ട. ടെൻഷനുകളൊന്നുമില്ലാതെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നമുക്ക് ഒരുക്കുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നത് ശരിക്കും ഇതുപോലുള്ളൊരു സ്ഥലത്തിലെത്തുമ്പോഴാണ്. വേറെ ആരുമായി മത്സരിക്കാനില്ലാത്ത വളരെ സമാധാനമുള്ള ജീവിതം, വളരെ സന്തോഷത്തോടു കൂടി നീങ്ങുന്ന, പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യം, അങ്ങനെയും ഒരു ജീവിതം സാധ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ചില സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴാണ്, ഇത്തരത്തിലുള്ള ചില യാത്രകളിലൂടെയാണ്, ചില മനുഷ്യരിലൂടെയാണ്, ചില സംസാരങ്ങളിലൂടെയാണ്. അത്തരത്തിൽ ഒരു ബോധ്യം ഈ ഒരു യാത്രയിലൂടെ ലഭിക്കുവാൻ കാരണമായത് ഫാർമേഴ്സ് ഷെയറിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മളിപ്പോൾ പെരുമ്പാവൂരിലുള്ള സൈമൺ ചേട്ടൻ്റെ ചായക്കടയിലാണ്. യൂഷ്വലായിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സാധാരണ എല്ലാ കടകളിലും നമ്മൾ കാണുന്നത് ഏതെങ്കിലും ചിത്രങ്ങളായിരിക്കും ബാക്ക്ഗ്രൗണ്ടായിട്ട്. ഇത് വ്യത്യസ്തമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് കടങ്കഥകളാണ്. ഇതാണ് സൈനിക
ഇല്ലേ 52 പറയുള്ളൂ, 55 പറയുള്ളൂ. മുടിയൊന്നും പോയിട്ടില്ല, അതുകൊണ്ടാണ് അധികം പോയിട്ടില്ല. ഇതിന്റെ പുസ്തകം ഉണ്ടെന്നാണോ പറഞ്ഞ ചേട്ടൻ? ഈ കടുങ്കഥകൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, തന്നെ എഴുതണേ അല്ലേ? സൈമൺ ചേട്ടൻ്റെ ഫേസ്ബുക്ക് ഉണ്ടോ? ഫേസ്ബുക്ക് ഉണ്ടോ? ഇല്ല, കടയിൽ മാത്രമല്ലേ? കുറച്ച് സൈമൺ ചേട്ടൻ പറഞ്ഞിട്ട് പെരുമാറുള്ള ആളും പറഞ്ഞിട്ട് ഇതൊക്കെ അങ്ങനെയൊക്കെ എഴുതുന്ന ഒരാളാണ്. വേറെ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞായിരുന്നോ? അതെ അല്ലേ? വേറൊരു കടയിലും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഇതുപോലെ കടങ്കഥയൊന്നും എഴുതി വെച്ചേക്കണേ. ബാക്കിയുള്ള പടം വരച്ച് വെച്ചേക്കണേ കണ്ടിട്ടുണ്ടെങ്കിലും കടങ്കഥ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന്റെ പുറകിൽ തത്വശാസ്ത്രമുണ്ട്. കടം കഥ വായിക്കൂ, കടം പറയല്ലേ. സൈമൺ ചേട്ടൻ ജീവിക്കാനുള്ളതാണ്. ഇവിടാണ് വീട്, ഇവിടെ തന്നെ വീട്. നമ്മുടെ കടയാണോ? സ്വന്തമാണ്, വാടകയ്ക്കാണല്ലേ? എങ്ങനെയുണ്ട് ബിസിനസ്? കൊറോണ വന്നതിന് ശേഷം പ്രശ്നമാകുന്നുള്ളൂ അല്ലേ? ആ, പൂർണ്ണമായി അല്ലേ? ഇവിടെ അടുത്ത് തന്നെയാണോ അപ്പൊ ഇതൊക്കെ പ്രിന്റ് ചെയ്തൊക്കെ? എനിക്ക് തോന്നുന്നത് കൊറോണ മാറി കഴിയുമ്പോ കടങ്കഥ ചായക്കട എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് വെക്കും. എന്നിട്ട് ഇവിടെ വരുന്ന അത് മിഠായി ഫാർമേഴ്സ് ഷെയറിലേക്കും അവിടുന്ന് തിരിച്ചും എന്നോടൊപ്പം യാത്ര ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം. അപ്പോൾ തുടർന്നുള്ള യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ നിങ്ങൾ എപ്പോഴെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ സൈമൺ ചേട്ടൻ്റെ കടങ്കഥ ചായക്കടയിൽ കയറി ഒരു ചായ കുടിക്കുക. ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.